മസ്തകത്തിൽ മുറിവേറ്റ ആനയെ പിടികൂടുന്നതിനായി കുങ്കിയാനയെ അതിരപ്പള്ളിയിലെത്തിച്ചു. വയനാട്ടിൽ നിന്നുള്ള വിക്രം എന്ന ആനയാണ് എത്തിച്ചത്. ആനയെ പിടികൂടി ചികിത്സ നൽകാനാണ് നീക്കം. അതിനിടെ പരിക്കേറ്റ ആന ജനവാസ മേഖലയിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുകയാണ്. ആനന്ദ്, ഈ ആനയെ പിടികൂടാനുള്ള ദൗത്യം ഇത്തരത്തിലാണ് ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നത്. ഈ ആനയുടെ അതായത് വീട്ടിൽ ആന എത്തി നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ആന ആൻഡോ എന്ന് പറയുന്ന ഈ ഏഴാറ്റുമുഖത്ത് പ്രദേശത്തെ താമസക്കാരന്റെ വീട്ടുപറമ്പിൽ എത്തിക്കൊണ്ട് വാഴകളും മറ്റ് തെങ്ങിൻ തൈകളും എല്ലാം പിഴുതെറിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ്. പക്ഷേ ഈ അല്പസമയത്തിന് മുമ്പ് ഈ വീട്ടിൽ നിന്ന് ആന തൊട്ടപ്പുറത്തെ പുഴ കടന്നു പോയിട്ടുണ്ട്. എന്തായാലും വനംവകുപ്പിന്റെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ് ആനയുള്ളത്. ഈ വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ കുങ്കിയാനകളെ കൊണ്ടുവന്നുകൊണ്ട് മയക്കുവെടി വെക്കേണ്ട ഒരു സാഹചര്യം സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കും. അതിനുശേഷം കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് ആനയെ അഭയാരണ്യത്തിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനമാണ്. കാരണം ഈ കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ആനയ്ക്ക് ഒറ്റ തവണയാണ് ചികിത്സ നൽകി കാട്ടിലേക്ക് വിട്ടത്. പക്ഷേ ആ ചികിത്സ വേണ്ടത്ര ഫലം കണ്ടില്ല എന്ന് തന്നെയാണ് ആനയുടെ മുറിവ് ഉണങ്ങിയിട്ടില്ല എന്നുള്ളതിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ടാണ് അടുത്ത ഘട്ടത്തിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ഡോക്ടർമാരടക്കം സംഘം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ആനയെ ഇനി പിടികൂടിക്കൊണ്ട് ചികിത്സിക്കേണ്ടി വരും. നിരന്തരമായിട്ട് ഏതാണ്ട് ആഴ്ചകളോളം ഒരുപക്ഷെ ചികിത്സയിൽ മാത്രം ഭേദമാവുന്ന തരത്തിലേക്ക് ആ മുറിവ് അത്ര രൂക്ഷമായി എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് ഈ ആനയെ പിടികൂടാൻ ഉള്ള ആളുകൾ, അതായത് കുങ്കിയാനകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യത്തെ ആന വിക്രം വയനാട്ടിൽ നിന്ന് രാവിലെ എത്തിയിട്ടുണ്ട്. ബാക്കി ആനകൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഇവിടെ എത്തും. ശേഷമായിരിക്കും RRT സംഘങ്ങളും മറ്റും ചേർന്നുകൊണ്ട് ഈ ആനയെ കുങ്കിയാനയുടെ സഹായത്തോടു കൂടി അഭയാരണ്യത്തിലേക്ക് മാറ്റുന്നത്. ഇത് എത്രത്തോളം ശ്രമകരമാണ്? പ്രത്യേകിച്ച് പരിക്കേറ്റ ആനയാണ്, അതിനെ കുങ്കിയാന ഉപയോഗിച്ചുകൊണ്ട് പിടികൂടുക, അതിനെ മതിയായ ചികിത്സ ഉറപ്പാക്കുക, വിദഗ്ധ സംഘം അവിടെ എത്തിച്ചിരിക്കുക. വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് മുന്നിലുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും KP, അതായത് ഈ ഏത് ഘട്ടത്തിന്റെയും ആദ്യ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഐഡന്റിഫൈ ചെയ്യലാണ്. അതായത് ആനയെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ള പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആ ഒരു ഘട്ടം പക്ഷേ ഇവിടെ വളരെ ലളിതമായി തന്നെ മറികടക്കാനാവും. കാരണം ആന എല്ലായ്പ്പോഴും ജനവാസ മേഖലയിൽ തന്നെയാണുള്ളത്. ഇന്ന് രാവിലെയും ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആനയെ ലൊക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം ഇത്തരത്തിൽ ഈ ആനയെ കഴിഞ്ഞ തവണ ചികിത്സിക്കാൻ വേണ്ടി വനംവകുപ്പോട് എത്തിയപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു. കാരണം ഈ പടക്കം പൊട്ടിച്ചോടുകൂടി തന്നെ ആന ഉൾക്കാട്ടിലേക്ക് വലിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് 2 ദിവസത്തോളം നിരന്തരമായി തെരഞ്ഞതിന് ശേഷമാണ് ആനയെ കണ്ടെത്താൻ സാധിച്ചത്. അതിനുശേഷമാണ് ആനയെ പിടികൂടി മയക്കുവെടി വെച്ചത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ആദ്യ ഘട്ടം മറികടക്കുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ആന എപ്പോഴും നിരീക്ഷണത്തിൽ തന്നെയാണ്. അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് മയക്കുവെടി വെക്കലാണ്. ആനയുടെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയുന്നതോറും വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. മാത്രമല്ല ആഴ്ചകൾക്ക് മുൻപാണ് ആനയെ ഒരു മയക്കുവെടി വെച്ചത്. അപ്പോൾ രണ്ടാമത് മയക്കുവെടിയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ അരുൺ സെക്രട്ടറി നേതൃത്വത്തിൽ തന്നെയായിരിക്കും. പക്ഷെ എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു മേൽനോട്ടം ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ്. കാരണം ആനയെ മയക്കുവെടി വെക്കണം, കാട്ടാനയാണ്. മയക്കുവെടി വെച്ച് ആനയുടെ ആരോഗ്യനില അതീവ ദുഷ്കരമാണ്. പ്രത്യേകിച്ച് മസ്തകത്തിലാണ് മുറിവുള്ളത്. ഈ മയക്കുവെടി വെച്ചതിന് ശേഷം ഈ കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ട് ആനയെ കയറ്റി നാട് കടത്തേണ്ടതുണ്ട്. നാട് കടത്തുക എന്ന് ഉദ്ദേശിക്കുന്നത് അഭയാരണ്യത്തിലേക്ക് ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. അവിടെ എത്തിയതിനു ശേഷമായിരിക്കും ആനയ്ക്ക് വേണ്ട വിദഗ്ധ ചികിത്സ നൽകുന്ന തീരുമാനം. എന്തായാലും വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യത്തിന് തന്നെയാണ് അതിരപ്പള്ളി കാത്തിരിക്കുന്നത്. ഈ മസ്തകത്തിലെ മുറിവ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വളരെ ആനന്ദ് പുതൂരാണ് വിവരങ്ങൾ നൽകിയത്.